ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും എന്തൊക്കെയോ ഉള്ളത് കൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതിലൊരു ഫ്രിഡ്ജ് വാങ്ങിയ കഥ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അവർ ഹോം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാവിലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. കാരണം ഞാൻ രാവിലെ എണീറ്റ് പല്ലേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് എത്തിയതും അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ്റെ ഒരു കോൾ വന്നു, നിനക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്നുള്ളത്. ഈ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 8 ആണ്. അപ്പോൾ ജൂലൈ 8-ന് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഈ ദിവസം ജൂലൈ 8 ആണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും വിളിച്ചത് നന്നായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യമായിട്ടുള്ള പഠിപ്പൊന്നുമല്ല, പക്ഷേ ഇതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂസിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു. കാരണം കറണ്ട് അഫയേഴ്സ് ചോദിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവർ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഈ വായിക്കുന്നത്. ഞാൻ വിചാരിച്ചു, കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സംഭവമാണല്ലോ, അപ്പോൾ കൂടുതലായിട്ട് അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് എഴുതി വെച്ചതെങ്കിലും നോക്കാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും വെള്ളമൊക്കെ നിറച്ച് പതിയെ വീണ്ടും ലാപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കാം. കാരണം 11 മണിക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴത്ത് ചെന്ന് നോക്കുമ്പോൾ പാലൊക്കെ അമ്മ കാച്ചി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ചായിട്ട് ഞാനും അനിയനും പാലാണ് കുടിക്കൽ. അതിൽ ഷുഗറൊന്നും ഇടില്ല. ഞങ്ങൾ ചെറിയതായി ഷുഗർ ഡയറ്റിലാണ്. പക്ഷേ അവൻ ഇപ്പോൾ ഞാനാണെങ്കിൽ ഹോർലിക്സ് ഇടാറുണ്ട്, പക്ഷെ അവനാണെങ്കിൽ ഇപ്പോൾ അതും കൂടി ഇടുന്നില്ല. അതിലേക്കൊക്കെ ഞാൻ എത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു സ്പൂണെങ്കിലും ഹോർലിക്സ് ഇട്ടിട്ട് ഞാൻ കുടിക്കും. ഇനി അതും കൂടി ഒഴിവാക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഏത് കാലത്ത് നടക്കുമെന്നറിയില്ല. എന്തായാലും ഞാനൊന്ന് ചൂടാക്കാൻ വെച്ച നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാല് തിളച്ചപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെയും അനിയൻ്റെയും ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മധുരം ഒരു ചെറിയ പൊടിക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഹോർലിക്സ് എടുത്തിട്ടു. അപ്പം വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഷുഗർ ഡയറ്റിലാണ്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആർട്ടിഫിഷ്യൽ സോഴ്സസ് കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തായാലും 11 മണിക്കാണ് ഇൻ്റർവ്യൂ, അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ടിരിക്കാം. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇൻ്റർവ്യൂ വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് അത് ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ ആയിട്ട് അപ്പോഴും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇൻ്റർവ്യൂവിനുള്ളത് സെറ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും പനീർ കറിയും വെച്ചിട്ടാണ് അമ്മ പോയത്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, സ്പെഷ്യൽ ആയതുകൊണ്ടൊന്നുമല്ല. അമ്മയ്ക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഇതാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന് വേറെ ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടല്ലോ. ആ ഒരൊറ്റ കാര്യത്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. പക്ഷേ സംഭവം നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് സാധാരണ ഞാനിങ്ങനെ രാവിലെ പല്ല് തേച്ച് വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണ് രാവിലത്തെ കഴിക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പുതിയ ശീലം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പേപ്പറൊക്കെ വായിച്ചിട്ടു. ആദ്യമായിട്ടാണെന്നൊന്നും വിചാരിക്കരുത്. ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ശീലങ്ങളൊക്കെ തുടങ്ങുന്നത് നല്ലതാണല്ലോ. എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ കണ്ടത് ചോദിച്ചാലോ. തീരെ ഔട്ട്ഡേറ്റഡ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ ഫസ്റ്റ് 2 പേജ് വായിച്ചു. അത്ര പ്രഹസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വാട്ടർ ബോട്ടിലും എടുത്ത് എൻ്റെ ഡോൾഫ് കുട്ടിനെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് സ്ഥലം വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ബെഡിലുണ്ടായിരുന്ന ലാപ്പൊക്കെ മാറ്റി വിൻഡോയുടെ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം അവിടെയാണ് കുറച്ചുകൂടി ലേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇൻ്റർവ്യൂവിന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഡ്രസ്സ് മാറ്റി. കാരണം ഇൻ്റർവ്യൂ ആണല്ലോ, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അപ്പിയറൻസിൽ ഇത് കാണിക്കരുത്. അതുകൊണ്ട് ഒരു ഫോർമലാക്കാൻ വേണ്ടിയിട്ട്, ഫോർമൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, എന്നാലും കഞ്ഞി ലുക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലാവൻഡർ കളർ പ്ലെയിൻ ടോപ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് വാച്ച് ഇട്ടു. ബോട്ടം വെയറൊക്കെ പഴയതാണ്, പക്ഷെ എന്നാൽ പോലും നമ്മൾ നമ്മുടെ ഹാഫ് ഭാഗമല്ലേ കാണുള്ളൂ, അപ്പോൾ അതെങ്കിലും നമ്മൾ വൃത്തിക്കിരിക്കണമല്ലോ. അങ്ങനെ ടോപ്പൊക്കെ പെട്ടെന്ന് മാറി വന്നിട്ട് ഞാൻ ലാപ്പ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ആ ലിങ്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വിളിക്കുന്ന വരെ നമുക്ക് ആ സൈറ്റിൽ കയറി ഇരിക്കണമല്ലോ. കുറച്ച് നേരം ഇനി പോസ്റ്റായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. നോർമലി എന്നെ എല്ലാ ഇൻ്റർവ്യൂവിലും പെട്ടെന്ന് വിളിക്കാറുണ്ട്. പേരിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും, ആൽഫബറ്റിക്കൽ ഓർഡറിൽ വിളിക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ലാപ്പിൽ സൂം മീറ്റിംഗ് ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മെയിലെടുത്തിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സൂമിൻ്റെ സൈറ്റിലേക്കാണ്, ഡൗൺലോഡിങ് സൈറ്റിലേക്കാണ് പോയത്.
അപ്പോൾ കുറച്ച് പണിയാവും. ഞാൻ വിചാരിച്ചു ഇത് ഡൗൺലോഡ് ചെയ്യണോ ഇനി? അതുകഴിഞ്ഞിട്ട് ഞാൻ സൂം നേരെ ഗൂഗിളിൽ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ അവിടെ കുറച്ചധികം നേരം പോയി. അങ്ങനെ ഞാൻ ഒരു 10:58 ആയപ്പോഴാണ് സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്. എന്നാലും ഞാൻ നേരത്തെയാണ്, 2 മിനിറ്റ് നേരത്തെ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ എടുത്ത് നോക്കിയപ്പോൾ അതിലവർ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ ID കാർഡും പിന്നെന്തായിരുന്നു പ്ലെയിൻ പേപ്പേഴ്സും പെന്നൊക്കെ എടുത്ത് വെക്കണമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും വെയിറ്റിംഗ് സമയം കുറച്ചധികം നീണ്ടു കിട്ടിട്ടോ. സാധാരണ എന്നെ പെട്ടെന്ന് വിളിക്കാറുണ്ട്, പക്ഷേ ഇത് കുറച്ചധികം നീണ്ടു നിന്നിട്ടപ്പോൾ എനിക്ക് ആ ഒരു ടൈം കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്ത് ഓരോന്നും സെറ്റ് ചെയ്ത് ലാപ്പിൻ്റെ തൊട്ടപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ലാപ്പെല്ലാം കറക്റ്റാണ്, പക്ഷേ എന്നാൽ പോലും എനിക്കതിൽ ക്യാമറ ക്വാളിറ്റിയും മൈക്ക് ടെസ്റ്റും ഒക്കെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു 22 മിനിറ്റോളം വെറുതെ ഇരിക്കുകയായിരുന്നു അതിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ 11 മണിയല്ല 10:58 കയറിയിട്ട് ഇപ്പോൾ 11:53 എൻ്റെ കഴിഞ്ഞത്. കുറേ നേരം പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റോളം ചോദിച്ചു എന്തൊക്കെയോ ചോദിച്ചു. അതിൽ വുമൺ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് എനിക്കതിൽ നിർമ്മല സീതാരാമൻ അല്ലാതെ വേറൊരാളെ അറിയില്ല. അതെന്നെ അറിഞ്ഞത് ഭാഗ്യം. പിന്നെന്തൊക്കെയോ മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിലാണെങ്കിൽ പകുതിയെ എനിക്കറിയില്ല. സാധാരണ എനിക്ക് മാത്സ് ചോദിക്കുമ്പോൾ പറയേണ്ടതാണ്, ഇവരെന്തൊക്കെയാണ് എടുത്ത് ചോദിച്ചത്. സാരില്ല, പോയത് പോയി. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ക്ഷീണം തീർക്കാനാണെന്ന് തോന്നുന്നു പെട്ടെന്നൊരു കോളിംഗ് ബെല്ല്. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു കൊറിയർ ആയിരുന്നു. ഡാസ്ലറിൻ്റെ സെക്കൻഡ് ഗിഫ്റ്റാണിത്. ഫസ്റ്റ് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചെറുതായി ഹാപ്പി ആയിട്ടോ. കാരണം ഇൻ്റർവ്യൂവിൽ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും കൊറിയർ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്ന് തുറന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു. ഞാൻ വീഡിയോ എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ആ ബോക്സിൽ നിന്നൊക്കെ മാറ്റാൻ വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ആ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ബക്കറ്റ് ഫുള്ള് തുണി തോരയിടാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഈവനിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുവരെ കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നോർമലി എനിക്ക് രാവിലെയും ക്ലാസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ആ സെറ്റിലിരിക്കുന്ന സമയത്ത് അനിയൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ TV ഓൺ ചെയ്തിട്ട് ഫോണിൽ കളിച്ചിട്ടിരുന്നിട്ടായിരുന്നു ഫുഡ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ്, അവൻ TV ഓൺ ചെയ്ത് വെച്ചിട്ട് TVനെ ആക്ഷേപിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് വിശന്നില്ല കേട്ടോ. ഒരു 2:30 3 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് വിശക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു ഡയറി മിൽക്ക് കിട്ടി. ഡയറി മിൽക്ക് ഒരു ചെറിയ പീസ്. അപ്പം അത് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 4:30 5 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ 4:30 അല്ല 4 മണി ആ ഒരു ടൈം ആയപ്പോൾ ചെറുതായി വിശന്ന് തുടങ്ങി. അപ്പോൾ എനിക്ക് റൈസ് കഴിക്കാൻ തോന്നിയില്ല. രാവിലെ ഓൾറെഡി റൈസ് കഴിച്ചതാണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അത്ര വിശക്കാത്തതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി, യിപ്പി ഉണ്ടാക്കി. എനിക്ക് മാഗിയേക്കാളൊക്കെ ഇഷ്ടം യിപ്പിയാണ്. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവനാണെങ്കിൽ ഇപ്പം യിപ്പിയും കഴിക്കാറില്ല, അതുകൊണ്ട് അവനും ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ള കുറച്ചെടുത്തു. പക്ഷേ എന്നാലും അത് അധികമായിപ്പോയി. ആ ഒരു 2 എടുക്കണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ അവിടെ മാറ്റി വെച്ചു. അങ്ങനെ ഞാനതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജ് ഹോം ഡെലിവറി ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓട്ടോയിൽ കുറച്ചധികം സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പല സ്ഥലത്തേക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്ത് അവർ രാവിലെ വരുന്നെന്തോ പറഞ്ഞത്. എന്തായാലും ലേറ്റായി. അവർ പല സ്ഥലത്തും ഡെലിവറി ചെയ്ത് എത്തുമ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതിവിടെ വരുമ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജ് അവരെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഓൾറെഡി ഇതിൽ സാധനങ്ങളുണ്ട്, തിരിച്ചു വരുന്ന സമയത്ത് മറ്റേ പഴയ ഫ്രിഡ്ജ് എടുത്തിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫ്രിഡ്ജൊക്കെ പിടിച്ച് നമ്മുടെ കിച്ചണിലേക്ക് ഇട്ടു. കിച്ചണല്ല, ഡൈനിങ് ഏരിയയിലേക്കായിട്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ വഴിക്ക് പോയിട്ടു. അപ്പോൾ ഞാൻ ഒന്നും കൂടി നമ്മുടെ പുതിയ ഫ്രിഡ്ജ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ലോയിഡിൻ്റെ ഫ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കാണണം എന്നുള്ളവർക്ക് ഒന്ന് പോയി കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫ്രിഡ്ജ്. ടാറ്റ ബൈ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ക്ലാസ് തുടങ്ങാറായിട്ട്, എനിക്ക് 5 മണിക്ക് ക്ലാസ് ഉണ്ട്. സോ ഞാൻ പെട്ടെന്ന് തന്നെ പാല് ചൂടാക്കിയിട്ട് ചെറുതായി ഹോർലിക്സൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും എൻ്റെ ലാപ്പ് ഓൾറെഡി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ മേലെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും ബെഡിലേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്തു ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക്. ഞാൻ ഓൾറെഡി ബെഡിലിരുന്നിട്ടാണ് ക്ലാസ് കാണലും ക്ലാസ് എടുക്കലൊക്കെ. അപ്പോൾ
ആ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ ചെറുതായി ഒരു ബ്രേക്ക് കിട്ടി അതിനിടയിൽ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു അരമണിക്കൂറിൻ്റെ ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ് ഉണ്ടായിരുന്നു. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഒരു 9:30 10 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ക്ലാസ് തീർന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് പോകുമ്പോഴേക്കും അവർ മറ്റേ എന്തായിരുന്നു ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞല്ലോ എക്സ്ചേഞ്ചിന് അവർ വരും എന്നുള്ളത്. അപ്പോൾ ആൾ വന്നിട്ട് ആ പഴയ ഫ്രിഡ്ജൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ താഴത്തേക്ക് പതിയെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴേക്കും അമ്മ എന്താണ് ഡിന്നറിനുള്ളതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുട്ടയും കൂടി ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കണ്ട ശേഷം ഞാൻ എന്താണ് നമ്മുടെ ഫ്രിഡ്ജ് വെച്ച സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഓൾറെഡി എൻ്റെ പഴയ ഫ്രിഡ്ജിൽ 2 ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇല്ലേ നോക്കിയതാണ്. അത് മാറ്റി വെച്ചിട്ടില്ലേ നോക്കിയതാണ്. അങ്ങനെ അതൊക്കെ നോക്കിയ ശേഷം ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 ആളും ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അമ്മ ദാ കിച്ചണിൽ ക്ലീനിങ് പരിപാടിയിലാണ്. ഞാൻ പിന്നെ അതിൽ സഹായിക്കാനൊന്നും പോയില്ല. നമ്മളവിടെ നിന്ന് നേരെ വിട്ടു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോന് ഇവിടെ വെച്ച് കർട്ടൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ഡേയിൽ. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.